പക്ഷേ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് എത്ര നാള് പോകും. നിങ്ങൾ കണ്ടുപോയിക്കോ ഞങ്ങൾ എങ്ങനെ ഉറപ്പായിട്ട് ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരാൾക്കെങ്കിലും ജലസ് അടിപ്പിക്കും. അത്രയാണ്. അതേപോലെ ഞങ്ങൾ അടിച്ച് പൊളിച്ചാൽ അതിപ്പോ ഞങ്ങൾ എന്തിട്ടാലും ഇപ്പൊ ഇൻസ്റ്റ റീൽ എന്തിട്ടാലെന്ന് പറഞ്ഞാൽ അത് മില്യൺ. അത് എന്ത് ഇപ്പൊ പൊട്ടാലും സഞ്ജു ടെക്കിയും അന്നൂസും അവരങ്ങനെ ഇപ്പൊ കപ്പിളാണ്. അപ്പൊ ഈ സഞ്ജു തന്നെ സഞ്ജുവിന്റെ വീഡിയോനകത്ത് പറയണതെന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ഭയങ്കര വൈബാണെന്നൊക്കെയാണ് സഞ്ജു തന്നെ പറയാറ്. അപ്പൊ അത് എനിക്കും അവരെ വീഡിയോ കണ്ട് ഇപ്പൊ എനിക്കും തോന്നി തുടങ്ങിയിട്ട് ഇവര് തമ്മിൽ ഭയങ്കര വൈബാണെന്ന്. കാര്യം സഞ്ജു മാത്രം തന്നെ ഒടുക്കത്തെ വെറുപ്പിക്കലായിരുന്നു. അപ്പൊ സഞ്ജുവിന്റെ കൂടെ ഇപ്പൊ അന്നൂസും കൂടെ വന്നപ്പോഴത്തേക്ക് അത് നല്ല ഡബിൾ വെറുപ്പിക്കലായിട്ട് തന്നെയാണ് അവരുടെ കപ്പിള് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ കപ്പിള് അവർ രണ്ടുപേരായിട്ട് തന്നെ അവരൊരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വെറൈറ്റി മീഡിയനകത്ത്. അപ്പൊ അതിന്റെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കണ്ടുപോകാം. ഹായ് ഗായ്സ്, ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലെ കോണ്ടന്റ് കിങ്സ് ആണ്, മില്യൺ കപ്പിൾസ് ആണ്. ഇവരുടെ വീഡിയോസ് ഇപ്പൊ ഭയങ്കര സഞ്ജു ടെക്കി ആയിരുന്ന കണ്ടന്റ് കിങ്. ഞാൻ ഇത്ര നാളും വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അൺബോക്സിംഗ് ഡൂഡ് ആണെന്ന്. ഇപ്പൊ സഞ്ജു ടെക്കി ആയിരിക്കാണ് ഗൈസ് ഇപ്പൊ നമ്മുടെ കണ്ടന്റ് കിങ്. ഇടയ്ക്ക് എല്ലാം നശിപ്പിച്ചു. സഞ്ജു ടെക്കി അന്നൂസ് ആണ് നമ്മുടെ കൂടെ. ഓക്കെ, അപ്പൊ വീഡിയോന്റെ തുടക്കം തന്നെ നല്ല വെറുപ്പിക്കലായിട്ട് അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടു. ഞങ്ങൾ കണക്ട് ആവുന്ന ഒരു കെമിസ്ട്രി ക്രിയേറ്റും അതെന്താണെന്ന് അറിയത്തില്ല. അത് ഭയങ്കര ഒരു കണക്ഷൻ ആണ്. ആദ്യം ഡാൻസ് റീൽ ഇട്ടാണ് നമ്മള് അതെ ഒരു സ്റ്റെപ്പ് വെച്ച് പോയിട്ട് ഒന്ന് സ്റ്റെപ്പ് തെറ്റിയാലും കൊള്ളായിരുന്നു. അയ്യോ, ഡാൻസ് റീലിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. സഞ്ജുവിടെ പറഞ്ഞു കേട്ടാ തെറ്റിയായിരുന്നെങ്കിലും കൊള്ളാർന്നു. അപ്പൊ അത് അറിഞ്ഞിട്ട് തെറ്റിച്ചതാണെന്നൊക്കെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവരുടെ പറച്ചിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്തായാലും ആ റീല് കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു റീലായിരുന്നു. അതിപ്പോ ഞങ്ങൾ എന്തിട്ടാലും ഇപ്പൊ ഇൻസ്റ്റ റീൽ എന്തിട്ടാലെന്ന് പറഞ്ഞാൽ അത് മില്യൺ. അത് എന്ത് ഇപ്പൊ പൊട്ടാലും എല്ലാം ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ മില്യൺ അടിക്കും. ഈ മില്യൺ അടിക്കുക എന്നതുകൊണ്ട് കാര്യം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ആളുണ്ടെന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരെല്ലാം നമ്മളെ സ്നേഹിച്ചിട്ട് ആയിരിക്കില്ല ആ ഒരു വീഡിയോ കാണുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇവർ ഈ കാണിച്ചു വെച്ചേക്കണതെന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം അവരൊന്ന് കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം അവരൊന്ന് കാണണം. അല്ലാണ്ട് കാണുന്നതെല്ലാം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, ഓ നമ്മളൊക്കെ ചക്കര മുത്തുകളാണെന്ന് വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല അവർ ആ വീഡിയോ കാണുന്നത്. എനിക്കെന്തോ കണ്ടിട്ട് എന്താ മിററും സ്വത്തും അങ്ങനെ എന്തായാലും രണ്ടുപേരും സ്വത്ത് എന്നുള്ള വേർഡ് ഞങ്ങൾ കോമൺലി യൂസ് ചെയ്യണം. ഞാൻ അവളെ വിളിക്കും, അവളെ എന്നെ വിളിക്കും. ഞങ്ങൾ മിറർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല കാര്യങ്ങളും ഭയങ്കര സിമിലാരിറ്റിയാണ്. ചിലപ്പോൾ ചിന്താതി ആയിരിക്കും, ഈവൻ തെളിപ്പതി വരെ വർക്ക് ചെയ്യും ചിലത്. അത് ചുമ്മാ ഇപ്പൊ ഞാൻ ചില സംഭവം ആലോചിക്കുമ്പോ അവള് അത് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ വാക്കുകളൊക്കെ പറയുന്നത് മനസ്സിലുള്ള കാര്യം പറയുന്നത്. ഇത് 1, 2, 3 ഒന്നും അല്ല. ഓക്കെ, അപ്പൊ ടെലിപ്പതി വരെ വർക്ക് ചെയ്യുന്ന ഒരു കപ്പിളാണ് ഇവർ രണ്ടുപേരും എന്നാണ് സഞ്ജു തന്നെ പറയുന്നത്. ഓഫ് എന്താണല്ലേ ഒരു കപ്പിളായിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇവരെ തമ്മിൽ ഒന്നിച്ചു വന്നേക്കുന്നത്. ഇപ്പൊ നമ്മൾ വൈബ് സെറ്റ് ആവുക എന്നൊക്കെ സഞ്ജു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിനെയൊക്കെ കുറച്ച് കണ്ടായിരുന്നു. ഓ വൈബ് ചുമ്മാ ഒരു വൈബ്. അതേപോലെ തന്നെ പ്രപ്പോസൽ വീഡിയോനൊക്കെ ഞാനെന്ന് പറഞ്ഞായിരുന്നു ഇതൊക്കെ അത്രയ്ക്ക് മാത്രം പറയാനൊക്കെ ഉണ്ടോടെ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. ഇപ്പൊ അതൊന്നല്ല, ടെലിപ്പതി വരെയാണ് അവർ തമ്മിൽ ഇടയിലാത്തുള്ളത്. പിന്നെ എന്ത് വേണം? എന്നാലും നമ്മള് എല്ലാരും നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരും. കമന്റ്സ് ഒക്കെ ഓൾറെഡി വരുമല്ലോ, നിങ്ങൾ തമ്മില് ഫ്രണ്ട്സ് ആണോ ലവേഴ്സ് ആണോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഡൗട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു വാലന്റൈൻസ് ഡേ വരുന്നതും ഒരു പ്രപ്പോസ് ചെയ്യുന്നത്. ആക്ച്വലി ഉണ്ടല്ലോ ഇത് ടു ബി ഹോണസ്റ്റ് ആ പ്രപ്പോസൽ ഭയങ്കര കിടുവായിരുന്നു. ഒന്നാമതേ സഞ്ജു ആ പ്രപ്പോസലിനെ തള്ളി അതായത് ഈ ലോകത്ത് തന്നെ ആരിങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കായിരുന്നു ഇരിക്കുന്നത്. ഇപ്പൊ ആ ആങ്കറും കൂടെ അതിനൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സഞ്ജു പിന്നെ പതിനെഴുതും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇരുന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായില്ലായിരിക്കാം. ഓക്കെ, പക്ഷേ നമ്മൾ ഈ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലത്തെ സാധനങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ സഞ്ജു പറയുന്നുണ്ടായി ആ വീഡിയോനകത്ത് അതായത് ഇന്ത്യ തന്നെ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായി. അതേപോലെ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അതേപോലെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ജലസ് അടിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് എന്താണോ ജലസ് അടിക്കാൻ? നിങ്ങൾ ആക്ച്വലി ഈ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നോ? സത്യം പറ. എങ്ങനെ? അതായത് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്തെ റിലേഷൻ
അല്ല ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമായിരുന്നു. അത് ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ, ചിലപ്പോൾ അവർ മുന്നേ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു നിമിഷത്തിനകത്തായിരിക്കാം അവർക്ക് തോന്നിയത് അവർക്ക് പിന്നെ ഫ്രണ്ട്സ് മാത്രമല്ല അതിൽ കൂടുതൽ എന്തോ ആണ് എന്നൊക്കെ അപ്പോഴായിരിക്കും അവർക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ റിലേഷൻ അതൊക്കെ ആയതുമായിരിക്കാം, ചിലപ്പോൾ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായി, അതായത് നിങ്ങൾ ഇത്ര നാളെ ആൾക്കാരെ മണ്ടന്മാരാക്കുകയാണോ, ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ അവർ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിഷ്കളങ്കമായ മനസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഒരു നിമിഷം അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പ്രണയം തോന്നിയതും ആയിരിക്കാം. അപ്പൊ 2024 സ്വത്തും പ്രണയത്തിലായത്. പക്ഷേ ഇത് ബെസ്റ്റ് ഇയർ ആണ്. എല്ലാവരും ലീപ് ഇയറിൽ ലവ് റിലേഷൻഷിപ്പ് മാരേജ് ഒക്കെ നടക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് വിടും. പക്ഷേ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് എത്ര നാള് പോകും. നല്ല മികച്ച ഒരു ചോദ്യം എന്ന് മാത്രമേ എനിക്കത് പറയാത്തുള്ളൂ. എന്താണ് ആങ്കറിന്റെ വായെന്ന് ആ ഒരു ചോദ്യം വീഴാത്തതെന്ന് ആലോചിച്ചിട്ടിരിക്കണായിരുന്നു ഞാൻ. കാര്യം ഇങ്ങനെ ഒരു കപ്പിളിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട്, അതായത് മെയിനായിട്ട് ഒരു ഒന്നി കൂടുതൽ പ്രാവശ്യം ഈ ബ്രേക്കപ്പ് ആയേക്കണ കപ്പിളൊക്കെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയനകത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെ കിട്ടുമ്പോഴത്തേക്ക് ഈ ആങ്കർമാരൊക്കെ സ്ഥിരം ചോദിക്കുന്ന സാധനമാണ് ഇത് എത്ര നാൾ കാണും എന്നൊക്കെ ഉള്ള ചോദ്യം. അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ എനിക്ക് ആൾക്കാരോട് ഇത്ര പറയാനുള്ളൂ, അല്ലാണ്ട് നമ്മളിങ്ങനെ കിടന്ന് വാദിക്കണമെന്നില്ല. ലൈഫ് ലോങ്ങാണ് അല്ലെങ്കിൽ 6 മാസം 3 മാസം നിങ്ങൾ കണ്ടുപോയിക്കും ഞങ്ങൾ എങ്ങനെ ജീവിക്കും. പക്ഷെ ഇത്രയും ഉറപ്പായിട്ട് ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരാൾക്കെങ്കിലും ജലസ് അടിപ്പിക്കും, അത്രയും. അതേപോലെ അടിച്ച് എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കും. ഇവര് വല്ല കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ബാക്കിയുള്ളവരെ ഫുള്ള് ഞങ്ങൾ ജലസടിപ്പിക്കുന്നു. അതായത് അവന് തന്നെ ഏതാണ്ട് ഉറപ്പില്ലാത്ത പോലെ ഞങ്ങൾ ജലസടിപ്പിക്കുവേ, ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ജലസടിക്കണേ. എന്തിനാണ് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ബാക്കിയുള്ളവരെ കൊണ്ട് ജലസടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടത് കണ്ടു. ഏത് നിമിഷത്തിലാണോ ഇതാണ് എന്റെ വൈബ്, ഇതാണ് എന്റെ സോൾ എന്നൊരു ഫീൽ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതെ, ഞാൻ പറഞ്ഞു എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മളെ പിടിച്ചിരുത്തി ഫേസ് ടു ഫേസ് കണ്ണി നോക്കി മറ്റേ പരിപാടിയില്ലേ നമ്മുടെ മുൻദിനം പാർത്തേൻ, അതിനകത്ത് പറയില്ലേ നിന്റെ കണ്ണിൽ നോക്കി ഞാൻ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി ഐ ലവ് യു പറയുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ലൈനാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഈ കണ്ണിൽ നോക്കി സംസാരിക്കുന്നവരോട് ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് എന്തോ ഭയങ്കര ഇതൊക്കെയാണെന്നൊക്കെ. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. സ്വത്തെ ഞാൻ തന്നോടൊരു കാര്യം പറയാൻ പോവാം. ഞാൻ തന്നെ കണ്ടത് വെച്ചിട്ട് തന്നെ എന്റെ ലൈഫിൽ ഇത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും അതിൽ തന്നെ ഒരേപോലെ ഞാൻ എന്ത് വിചാരിക്കുന്നു അതൊക്കെ തനിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല, തൻ്റെ മനസ്സിൽ അത് തന്നെ വരും. ആ ഒരു വൈബ്രന്റ് കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ആയിട്ടും എനിക്ക് എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ എന്നെ ഭയങ്കര സൂപ്പറായിട്ടാണ് നീ ടേക്ക് കെയർ ചെയ്യണത്. എനിക്ക് ചില സമയത്ത് ഞാനൊരു ബേബി ആണെന്ന് വരെ എനിക്ക് തോന്നിപ്പോ എന്നെ ടേക്ക് കെയർ ചെയ്യണത്. ബേബീനെ എടുത്ത് ഒക്കത്തും കൂടെ ഇടാറുണ്ട്. എന്റെ പൊന്നോ, ഇതിൽ കൂടുതലൊന്നും എനിക്കത് കണ്ടിരിക്കാൻ പറ്റൂല. കാര്യം ഇത് തന്നെ നെല്ലിപ്പല ഇളകി കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇതായിരുന്നു അവരുടെ ഇന്റർവ്യൂ. ഇതെന്നല്ല കിടിലൻ ഇന്റർവ്യൂ ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ ഒറ്റയിരിപ്പിനെ കണ്ടു തീർക്കാന്ന് പറഞ്ഞ് അവനെ സമ്മതിക്കണോട്ടാ. കാര്യം ഇത് അത്രയും, അതായത് ആ ഒരു ആങ്കർ ആണെങ്കിൽ അതിനേക്കാളും വലിയ വെറുപ്പിക്കലെന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് 3 പേരും കൂടെ നല്ല ഉഗ്രൻ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ എന്താണ് ആ ഇന്റർവ്യൂ കണ്ടിട്ടും അതേപോലെ സഞ്ജു പറഞ്ഞതിനെ പറ്റി അവരെ കപ്പിളിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ. സീ യു.